പ്രയോഗം തന്നെ മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് ആമുഖമായി അതേക്കുറിച്ച് പറയേണ്ടത്. കാരണം CK സുധീർ എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരിക്കലും തന്നെ ഒരു വിമത റിവൽ സ്ഥാനാർത്ഥിയായിട്ടല്ല അവിടെ നോമിനേഷൻ കൊടുത്തത്. ഇവിടെ വാണിമേൽ പഞ്ചായത്തിൽ ആ വാർഡുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് എല്ലാ പാർട്ടിയിലും തർക്കങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച മണ്ഡലം പാർലമെന്ററി ബോർഡിന് വിടുകയും മണ്ഡലം പാർലമെന്ററി ബോർഡാണ് CK സുധീറിനെ 15-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അപ്പോൾ CK സുധീറിനെ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് പിന്നെ CK സുധീർ ആ സ്ഥാനാർത്ഥിത്വം പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സംസ്ഥാന നേതാവ് എന്ന നിലക്കും മറ്റുമുള്ള ചില തിരക്കും മറ്റൊക്കെ കാരണം വേണമോ വേണ്ടയോ എന്ന ഒരു ആലോചനയിലായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ അഥവാ സുധീർ കൊടുക്കുന്നില്ലെങ്കിൽ, നോമിനേഷൻ കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി വേണം. അങ്ങനെയാണ് അവിടെയുള്ള വാർഡ് സെക്രട്ടറി കുറ്റിയിൽ ഗഫൂർ മാസ്റ്ററെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഗഫൂർ മാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവിടെ CK സുധീർ വരികയാണെങ്കിൽ പിന്നെ പിൻവലിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പാർട്ടി നിർദ്ദേശം അംഗീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ജില്ലാ കമ്മിറ്റി ഇടപെട്ട് CK സുധീറുമായി സംസാരിച്ചപ്പോൾ സുധീറിനെ തന്നെ ആ വാർഡിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ഗഫൂറിനോട് ജില്ലാ നേതൃത്വം പറഞ്ഞ അദ്ദേഹം പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. സുധീറിന്റെ പ്രചരണത്തിന് വേണ്ടി ഗഫൂർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ആ വാർഡ് ഗംഭീരമായി മുസ്ലിം ലീഗിന് വിജയസാധ്യതയുള്ള വാർഡാണ് എന്നതുകൊണ്ട് തന്നെ ആ വാർഡിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ വിമത സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പ്രയോഗത്തോട് തന്നെ മുസ്ലിം ലീഗിന് വിയോജിപ്പുണ്ട്. ഇതിനോട് തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു സംഗതിയാണ് 14-ാം വാർഡിൽ CK മമ്മു മാസ്റ്ററുടെ സ്ഥാനാർത്ഥിത്വം. NK മൂസ മാസ്റ്റർ അവിടെ മത്സരിക്കുന്നുണ്ടായിരുന്നു. CK മമ്മു മാസ്റ്റർ നോമിനേഷൻ കൊടുത്തു. അവസാനം ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ CK മമ്മു മാസ്റ്റർ പിൻവലിയുകയും CK സുധീർ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യൂ എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ CK മമ്മു മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പിന്നെ ഈ ഗവൺമെന്റുമായി എഗ്രിമെന്റിൽ ഒപ്പിട്ട ആള്, അതിന്റെ കൺവീനർഷിപ്പിൽ ഉള്ള ആള് മത്സരരംഗത്ത് നിന്ന് മാറണം എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ മമ്മു മാഷ് പറഞ്ഞു, ഞാൻ പിന്നെ ഒരു പാലത്തിന്റെ കമ്മിറ്റിയുടെ കൺവീനറാണ്, അതുകൊണ്ട് എനിക്ക് മത്സരിക്കാൻ പ്രയാസമുണ്ട് എന്ന് മമ്മു മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വാർഡിൽ ചെറിയൊരു മാറ്റം വന്നത്. എന്ന് പറഞ്ഞാൽ ആ വാർഡിലേക്ക് NK മൂസ മാഷ് വരികയും NK മൂസ മാഷെ പ്രഖ്യാപിച്ച വാർഡിലേക്ക് സുധീറിനെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. പിന്നെ എങ്ങനെയാണ് മമ്മു മാസ്റ്റർ അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്? മമ്മു മാഷ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ 14-ാം വാർഡിൽ NK മൂസ മാഷ് നോമിനേഷൻ കൊടുത്തു. അപ്പൊ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പിന്നെ പൂർണ്ണമായി ഞങ്ങൾ പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ ചില ഭാഗത്തു നിന്നുള്ള പ്രവർത്തകന്മാരുടെ വികാരവും മറ്റൊക്കെ നമ്മൾ മാനിക്കണം. അപ്പം വെറും മുസ്ലിം ലീഗ് പാർട്ടി സാധാരണ നമ്മൾ പ്രഖ്യാപിക്കുന്നത് പോലെ നേരത്തെ കോൺഗ്രസിനെ പറ്റി പറഞ്ഞതുപോലെ നമ്മളൊരു ലീഡർഷിപ്പ് മാത്രം തീരുമാനിക്കേണ്ട സംഗതിയല്ല, പാർട്ടിയുടെ അണികളും പ്രവർത്തകന്മാരും തീരുമാനിക്കേണ്ട ഒരു സംഗതിയായതുകൊണ്ട് തന്നെ അത് പാർട്ടി ചർച്ച ചെയ്ത് അവിടെ മൂസ മാഷാണ് കുറച്ചുകൂടി നല്ലത് എന്ന് ബോധ്യപ്പെട്ടതാണ് മൂസ മാഷാക്കിയത്. അപ്പം മമ്മു മാഷക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്, മമ്മു മാഷ് പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മമ്മു മാഷും മൂസ മാഷും തമ്മിലുള്ള ഒരു പ്രശ്നമേ അല്ലാതെ അത് ഒരു മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു പിന്നെ രാഷ്ട്രീയമായ ഒരു നീക്കം എന്ന നിലയ്ക്ക് അത് അവിടെ നടന്നിട്ടുണ്ട്. വളരെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. 2-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി, 4-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി, 2-ാം വാർഡിലാണെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് മുസ്ലിം ലീഗ് അതിജീവിക്കാൻ പോകുന്നത്? അത് മുസ്ലിം ലീഗ് ഒരിക്കലും അത് സ്വതന്ത്ര സ്ഥാനാർത്ഥി മുസ്ലിം ലീഗാരനല്ല. മുസ്ലിം ലീഗാരൻ എന്ന് പറഞ്ഞാൽ നേരത്തെ മുസ്ലിം ലീഗായിരുന്നു, പക്ഷേ വ്യക്തിപരമായ ചില വിദ്വേഷവും അതുപോലെ മറ്റുള്ള ചില പ്രശ്നങ്ങളും പിന്നെ ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ തന്നെ ഇപ്പൊ മുമ്പേ നിലനിൽക്കുന്ന എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അത് ഊതിവീർപ്പിച്ചുകൊണ്ട് ഇന്നയാൾ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ശരിയല്ല. അപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അങ്ങനെ ആര് വന്നാലും അത് പാർട്ടി അംഗീകരിക്കില്ല, പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി മാത്രമാണ് അവിടെ പിന്നെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ അവിടെ റെബലായി പത്രിക നൽകിയ ആള് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പാർട്ടി നൽകിയ സ്കൂൾ കമ്മിറ്റി പോലുള്ള മറ്റ് സ്ഥാനങ്ങളിൽ രാജിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഒരു വെല്ലുവിളിയല്ല അത്തരം ആളുകൾ എന്നുകൂടി സൂചിപ്പിക്കും. അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വാണിമേൽ പഞ്ചായത്ത് UDFന്റെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേരും. കോൺഗ്രസിന് അവിടെ പ്രാതിനിധ്യം ലഭിക്കും എന്ന് തോന്നുന്നുണ്ടോ ഭരണസമിതിയിൽ? വാണിമേൽ പഞ്ചായത്തിൽ ഭരണസമിതിയിൽ കോൺഗ്രസിന് തീർച്ചയായിട്ടും അംഗങ്ങളുണ്ടാകും. കൂടാതെ UDFിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം വാണിമേൽ പ്രദേശത്ത് വോട്ടർമാരിൽ വലിയ ചർച്ചാ വിഷയമാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ 3-4 കുടുംബങ്ങളിൽ നിന്ന് മാത്രം വരുന്നൊരു സിറ്റുവേഷൻ ഇവിടുത്തെ വോട്ടർമാരിൽ വലിയ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വിഭാഗം.
മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക നിയോജക പാർലമെന്ററി ബോർഡ് പ്രഖ്യാപിക്കുക, വീണ്ടും മാറ്റുക, നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുക. പഞ്ചായത്ത് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് CK മുഹമ്മദ് മാസ്റ്റർ ആദ്യം ഒരു വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുക, അയാളെ വേറെ വാർഡിലേക്ക് മാറ്റുക. നിലവിലുള്ള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ മാസ്റ്റർ ആദ്യം 14-ാം വാർഡിൽ പ്രഖ്യാപിക്കുക, പിന്നെ 15-ാം വാർഡിലേക്ക് പോവുക, 15-ാം വാർഡിൽ നിന്ന് വീണ്ടും 14-ാം വാർഡിലേക്ക് വരിക. അതിനെതിരായിട്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്തായ CK മുഹമ്മദ് മാസ്റ്റർ തന്നെ വീണ്ടും 14-ാം വാർഡിലേക്ക് നോമിനേഷൻ കൊടുക്കുക. അതൊക്കെ മുസ്ലിം ലീഗിലെ അണികളിലും പഞ്ചായത്തിലെ വോട്ടർമാരിലും വലിയ അമർഷവും വിദ്വേഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കോൺഗ്രസിന് അനുകൂലമായി വരുമെന്നാണ് താങ്കൾ കരുതുന്നത്? കോൺഗ്രസിന് അനുകൂലമായിട്ട് വരും. UDF മുസ്ലിം ലീഗിനും പ്രത്യേകിച്ച് വലിയൊരു നഷ്ടം ഉണ്ടാക്കും എന്നതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. ജയിച്ചു വന്നാൽ കോൺഗ്രസ് 2 സീറ്റിൽ ജയിച്ചു വന്നാൽ, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് 2 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു വരികയാണെങ്കിൽ അവർക്ക് ഭരണസമിതിയിൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേ പ്രാതിനിധ്യം ലീഗ് കൊടുക്കാൻ തയ്യാറാവുമോ? ഭരണസമിതിയിലുള്ള പ്രാതിനിധ്യത്തെ കുറിച്ച് ഇപ്പോ പെട്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ ബോർഡ് വന്നതിന് അല്ല, പിന്നെ നമ്മുടെ ജയിച്ചു വന്നതിന് ശേഷം തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ കുഞ്ഞബ്ദുള്ള സാഹിബ് സൂചിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ചാണ്. അതേക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ചോദ്യത്തിൽ നിന്ന് അല്പം മാറിയ ഒരു ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മുസ്ലിം ലീഗിനോടുള്ള ഒരു വിരോധമായിട്ടാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇവിടെ പ്രതിഫലിച്ച് കണ്ടത്. ഏതായാലും എനിക്ക് പറയാനുള്ള നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചും അതിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിക്കും. അത് മറ്റൊരു പാർട്ടി ഇടപെടാനോ മറ്റൊരു പാർട്ടിയുടെ നിർദ്ദേശമോ മുസ്ലിം ലീഗിന് ആവശ്യമില്ല എന്ന് തന്നെയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ അഭിപ്രായം പറയുക എന്നുള്ള രീതിയിൽ മാത്രമേ MK കുഞ്ഞബ്ദുള്ള അതിനെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രയോഗം മുസ്ലിം ലീഗ് ചില കുടുംബത്തിൽ നിന്ന് മാത്രമാണ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് എന്നൊക്കെ പറയുന്ന പ്രയോഗത്തോട് നമുക്ക് വിയോജിപ്പില്ല. 2-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പടിക്കലക്കണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ ലീഗിന്റെ കുടുംബവാഴ്ചക്കെതിരെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം. മാത്രമാണ് സ്ഥാനാർത്ഥികൾ വരുന്നത് എന്നുള്ള പരാതിയോടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി. ശരിയല്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങളായി മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് 2-ാം വാർഡിലെ UDFന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി CE മൊയ്തീൻ ഹാജി. കാരണം എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയാം. പിന്നെ നേരത്തെ തോൽക്കുന്ന വെലങ്ങാട് അതുപോലെ കരികളം പോലുള്ള വാർഡിൽ നേരത്തെ 1-2 തവണ മത്സരിച്ച വ്യക്തിയാണ്. തോക്കുന്നതെന്ന് ഉറപ്പായിട്ട് ഒരുപാട് ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടും എന്ന് ഉറപ്പായിട്ട് കൂടി അവിടെ പാർട്ടി നിർദ്ദേശവും മത്സരിച്ച വ്യക്തിയാണ് മൊയ്തീൻ ഹാജി. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ മൊയ്തീൻ ഹാജി സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം മൊയ്തീൻ ഹാജിക്ക് കൊടുക്കണം എന്ന് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഒരു സീറ്റായി നാട്ടുകാർ കാണുന്ന ഒരു വാർഡ് അതാണ് ഏറ്റവും അർഹതപ്പെട്ട ഒരു സ്ഥാനാർത്ഥി. അപ്പോൾ അത് ഒരു കുടുംബത്തിലായിപ്പോയി. മൊയ്തീൻ ഹാജി ആ കുടുംബത്തിലെ ആളുകൾ എല്ലാവരും ലീഗായി പോയി, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ ആളുകൾ ലീഗ് നേതാക്കന്മാരായിപ്പോയി എന്നതുകൊണ്ട് അതൊരു കുറ്റമായി കാണാൻ കഴിയില്ല. മുസ്ലിം ലീഗിന്റെ ഒരു വിരോധം വെച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റി മുസ്ലിം ലീഗിലെയും ഇവിടുത്തെ വാണിമൽ പഞ്ചായത്തിലെ വോട്ടർമാരുടെ ഇടയിലുള്ള സംസാരത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. മുസ്ലിം ലീഗിന്റെ അണികൾക്കിടയിൽ ഒരു ചെറിയ രീതിയിലെങ്കിലുമുള്ള അതൃപ്തി എന്തായാലും ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുള്ളതുമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് വേറിട്ട് നിന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കോൺഗ്രസിന് അനുകൂലമാവാനുള്ള സാഹചര്യം പോലും ഉണ്ട്. മുസ്ലിം ലീഗിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള അതൃപ്തിയും ഇപ്പൊ നിലവിലില്ല. കാരണം മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനസ്സായി ഒരു മെയ്യായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. അതിൽ യാതൊരു പ്രശ്നം. പിന്നെ മുസ്ലിം ലീഗ് അല്ലാത്ത ചില ആളുകളൊക്കെ പിന്നെ മുസ്ലിം ലീഗിന്റെ പേരിൽ ഇവിടെ ടൗണിൽ വെച്ചും മറ്റും പറയുന്നതൊന്നും മുസ്ലിം ലീഗിന്റെ ഒരു വാക്കായി ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണ്. അവരൊരിക്കലും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ കൈവിടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ എത്തുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്നും കുഞ്ഞബ്ദുള്ള സാഹിബ് വഴിമാറിപ്പോയി. ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി പഞ്ചായത്തിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസിനെ അവർ പരിഗണിക്കാത്ത ഒരവസ്ഥ വരും. വാശി പിടിച്ച് 2 കൂട്ടരും വ്യത്യസ്തമായി നിന്ന് മത്സരിക്കുമ്പോൾ ഭരണസമിതിയിലേക്ക് വരുമ്പോൾ വേറിട്ടൊരു തീരുമാനം ലീഗ് എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഞങ്ങളുടെ ഇപ്പോഴത്തെ കണക്കൂട്ടലിൽ മുസ്ലിം ലീഗ് ഒറ്റക്ക് പഞ്ചായത്തിൽ ഭരണത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അത് LDFന് അനുകൂലമാവാനാണ് സാധ്യത. കോൺഗ്രസ് പാർട്ടിയുടെ സഹായമില്ലാതെ മുസ്ലിം ലീഗിന് വരവും സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണോ താങ്കളുടെ നിരീക്ഷണം? അല്ല, മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് തന്നെ പഞ്ചായത്ത് ഭരിക്കും എന്നാണ് എന്റെ ഒരു നിരീക്ഷണം. ഇനി കോൺഗ്രസിനെ പരിഗണിക്കില്ല എന്നതിനർത്ഥമില്ല. കാരണം കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ എല്ലാ തലത്തിലുമുള്ള ഒരു സഖ്യകക്ഷി എന്ന നിലയ്ക്ക്, ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയ്ക്ക്
കോൺഗ്രസിനെ പരിഗണിക്കാൻ സാധ്യതയില്ല എന്നൊന്നും അതിനർത്ഥമില്ല. കാരണം അത് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അതിന് ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാരുണ്ട്, അവരാണ് അതിന്റെ വ്യക്തമായ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് അതിനെ കൂടി കൂടുതൽ പറയാൻ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാനുള്ള ഭൂരിപക്ഷം ലീഗിന് ഉണ്ടാവും എന്നുള്ളതാണ്, വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ലീഗിന്റെ അഭിപ്രായം. അതേതായാലും നടക്കാൻ പോകുന്ന കാര്യമല്ല. മുസ്ലിം ലീഗിന് തനിച്ച് പഞ്ചായത്ത് ഭരിക്കാൻ സാധിക്കില്ല ഒന്ന്. പിന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ വിദ്വേഷം നിറഞ്ഞതിന് മുസ്ലിം ലീഗിന്റെ വോട്ടർമാരിലുള്ള അഭിപ്രായ വ്യത്യാസം അവിടുത്തെ നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ ഭൂമിവാതുക്കൽ ടൗണിൽ വെച്ച് അതിനെതിരെ ശക്തമായി പരസ്യമായി പ്രതിഷേധിക്കുന്ന ഇവിടുത്തെ വോട്ടർമാരും നാട്ടുകാരും നേരിൽ കണ്ട വിഷയമാണ്. അല്ലാതെ സുഹൃത്ത് പറഞ്ഞ പോലെ മുസ്ലിം ലീഗിനോട് വിദ്വേഷമുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ പിന്നെ ലീഗ് പറയുന്നത് ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടികയുടെ അവസാന നിമിഷം. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കപ്പെട്ടത് ഈ ലീഗ് ഹൗസിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സൂപ്പി നരിക്കാട്ടിരിയാണ്. അപ്പൊ ആ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവിടെ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരും ഒരുപാട് പ്രവർത്തകന്മാരും തിങ്ങി നിറഞ്ഞ ഒരു വേളയിലാണ് ആ പ്രഖ്യാപനം നടത്തിയത്. ആ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഒരു തക്ബീറോടുകൂടി മുസ്ലിം ലീഗിന്റെ ശൈലി അനുസരിച്ച് ഒരു തക്ബീറോടുകൂടി അതെല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ചാണ് പിരിഞ്ഞു പോയത്. അതിനുശേഷം അങ്ങാടി വെച്ചും മറ്റും പറയുന്നതിനോട് പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് പൊതുസമൂഹത്തിൽ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. താങ്കൾ പാർട്ടി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എന്ത് രാഷ്ട്രീയ നിലപാടാണ് ലീഗിന്റെ സ്ഥാനാർത്ഥികളോട് തങ്ങളുടെ പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത്? നമുക്ക് രണ്ട് ശൈലിയിലാണ് ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയുന്നത്. ഒന്ന്, ലീഗിനോട് സൗമ്യമായി പെരുമാറിക്കൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ പറയാം, അല്ലെങ്കിൽ ലീഗ് കാണിച്ചിരിക്കുന്ന ഈ നെറുകേടിനെതിരെ നിങ്ങൾക്ക് ശക്തമായി ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രതിരോധിച്ചു കൊണ്ടുപോകാം. ഇതിൽ ഏതാണ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ഞങ്ങൾ വളരെ സൗമ്യമായ രീതിയിൽ വോട്ടർമാരെ സമീപിച്ച് വോട്ട് ശേഖരിച്ച് വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് ഞങ്ങളിവിടെ നടപ്പിൽ വരുത്തും. കോൺഗ്രസ് പാർട്ടി അവിടെയൊക്കെ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. ചില വാർഡുകളിലൊക്കെ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇതിനിടയിൽ തന്നെ ചില വാർത്തകൾ പുറത്തു വരികയുണ്ടായി. ചില സ്ഥലങ്ങളിൽ ഇടതുമുന്നണിയുമായി ചില നേരിയ സാധ്യതകൾ, ഒരു ചെറിയ അലയൻസുകൾ ഉണ്ടാവാൻ പോകുന്നു, ചില ചെറിയ പാർട്ടികളുമായി ചെറിയ അലയൻസ് ഉണ്ടാവാൻ പോകുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇതിനിടയിൽ പറഞ്ഞു കേട്ടിരുന്നു. അതൊക്കെ വാസ്തവവിരുദ്ധമാണ്. ഞങ്ങൾ ഇതുവരെയായിട്ടും ഒരു മുന്നണിയായിട്ടോ അല്ലെങ്കിൽ ചെറിയ പാർട്ടികളായിട്ടോ ഒരു ബന്ധത്തിനും തയ്യാറല്ല. അങ്ങനെ ഒരു സമീപനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ്. അങ്ങനെയാണ്. ലീഗ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ഉള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ലീഗിന്റെ പാർട്ടി മിഷനറി ഇപ്പോൾ തയ്യാറാണ്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. വാണിമേൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രികോണ മത്സരത്തിന് വഴിയൊരുങ്ങുകയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, മറ്റൊരു ഭാഗത്ത് ഇടതുമുന്നണിയുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് വലിയ മാറ്റങ്ങളൊന്നും മുന്നണി ബന്ധങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. ഭരണ സമിതിയിലെത്തുകയാണെങ്കിലും ചിലപ്പോൾ ഈ രണ്ട് പാർട്ടികളെയും നമുക്ക് ഭരണസമിതിയിൽ കാണാൻ പറ്റും. കാരണം ഈ രണ്ട് നേതാക്കന്മാരും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു സൗഹൃദ മത്സരമായി തന്നെയാണ്. ഏതായാലും ജനങ്ങളുടെ സമക്ഷത്തിൽ ജനങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വാദം പ്രതിവാദം ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ പങ്കെടുത്തതിന് നന്ദി.